നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് എന്താണ് മോൻ്റെ ഹോബി? അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് എനിക്കെന്ന് പറയും ടീച്ചറെ റീഡിംഗ് ആണ്, ക്രിക്കറ്റ് കളിക്കലാണ് ഹോബി എന്ന് പറയും. ചിലർ പറയും വെറുതെ ഇരിക്കലാണ് ഹോബി എന്ന് പറയും, ടി വി കാണലാണ് ഹോബി. അതൊക്കെ ഒരു ഹോബിയാണോ എന്നറിയില്ല, പക്ഷെ ടി വി കാണൽ ഹോബിയാണ് എന്നൊക്കെ പറയും. അങ്ങനെ വളർന്ന് വലുതായി ഒരു 10-12 വർഷം മുമ്പാണ് ഫോട്ടോഗ്രാഫി ഒരു ഹോബിയായിട്ട് ഞാൻ തുടങ്ങുന്നത്. ആ സമയത്ത് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി ഹോബിയായിട്ട് കൊണ്ടു നടക്കാം. അത് തുടങ്ങി ക്യാമറ ഒക്കെ കാശില്ലാത്ത കാശൊക്കെ കൊടുത്ത് മേടിച്ച് നമ്മൾ പതുക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത്, ഇത് അത്ര നിസാര കളിയല്ല. നമുക്ക് അത് കഴിഞ്ഞ് ട്രൈപോഡ് വേണമെന്നായി, വേറെ ലെൻസുകൾ വേണമെന്നായി, ഫിൽറ്ററുകൾ മേടിക്കണമെന്നായി, പിന്നെ ഇങ്ങനെ വന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടർ വേണമെന്നായി, അതിലേക്ക് സോഫ്റ്റ്വെയറുകൾ വേണമെന്നായി. അങ്ങനെ ഈ സംഗതി ഉണ്ടല്ലോ ഭയങ്കര ചെലവുള്ള പരിപാടിയാണ്. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ കുഴിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ഈ കഥയൊക്കെ മനസ്സിലാവണം. നമ്മൾക്ക് ഇപ്പോൾ ഫോട്ടോ എടുത്ത് തരുന്ന ഹോബിയസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർ സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ, അവരോട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അവർക്ക് നന്നായിട്ട് ചെലവ് ചെയ്തോ. കാരണം അവർ നമുക്ക് ഫോട്ടോ എടുത്ത് തരുമ്പോൾ നന്നായിട്ട് ചിലവാക്കിയിട്ടാണ് അവർ ഈ പരിപാടി കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇടയ്ക്ക് ഒരു ചിലവൊക്കെ ചെയ്യണതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം.